संस्थापकाय च धर्मस्य सर्वधर्मस्वरूपिणे अवतारवरिष्ठाय रामकृष्णाय ते नमः। लज्जापटावृते नित्यं शारदे ज्ञानदायिके पापेभ्यो न सदा रक्षा कृपामयि नमोऽस्तुते। नमः श्रीयतिराजाय विवेकानन्दसूरये सच्चित्सुखस्वरूपाय स्वामिने तापहारिणे। ശ്രീരാമകൃഷ്ണ വചനാമൃതം വോള്യം 1 ഭാഗം 15 അധ്യായം 4, 5, 6 ഈ ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു വളരെ പ്രത്യേകതയുള്ള ഒരു ഭാഗം കൂടിയാണിത്. കാരണം നമ്മൾ കഴിഞ്ഞ തവണ തുടർന്ന് വന്ന പോലെ അത് കേശവചന്ദ്രസേനനുമായിട്ടുള്ള അവസാന കൂടിക്കാഴ്ചയുടെ സന്ദർഭങ്ങളാണിത്. കേശവചന്ദ്രസേനൻ്റെ മരണത്തിന് 1 മാസം മുമ്പുള്ള ഒരു കൂടിക്കാഴ്ചയാണ്. ഇനി 1 മാസം കൂടി ഉള്ളൂ ആ ജീവിതം. അപ്പം ഇവിടെ ഈ ഭാഗത്ത് പ്രധാനമായും ഭഗവാൻ ചർച്ച ചെയ്യുന്നത് മരണത്തെക്കുറിച്ച് തന്നെയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് കേശവചന്ദ്രസേനന് തൻ്റെ ആ ജീവിതാന്ത്യത്തിലേക്ക് എത്തുമ്പോൾ ഭഗവാൻ നൽകുന്ന ആ സാരോപദേശങ്ങളാണ്. അതായത് ഒരു വ്യക്തിയുടെ ജീവിതം അവസാനിക്കാറാവുമ്പോൾ എങ്ങനെയാണ് ഈശ്വരൻ ആ വ്യക്തിയെ ആ വ്യക്തിക്ക് നൽകുന്ന ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ ഒരു അംശമാണിത്. കേശവചന്ദ്രസേനെ പോലുള്ള ഒരു വ്യക്തി എത്ര ഭാഗ്യവാനാണ് എന്നുള്ളതാണ്. കാരണം ഭഗവാൻ വന്ന് കണ്ട് വേണ്ട രീതിയിലുള്ള ഉപദേശങ്ങൾ നൽകുകയാണ്. ശരീരം ത്യജിക്കുന്നതിന് മുമ്പ്, മരണം സംഭവിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഭഗവാൻ നേരിട്ട് വീട്ടിലെത്തി എപ്രകാരമാണ് ആ ജീവനെ എത്രമാത്രമാണ് ഒരു ഉത്കർഷ നൽകുന്നത് അല്ലെങ്കിൽ ഉയർത്തുന്നത്, എന്തൊക്കെ ഉപദേശങ്ങളാണ് ഈ സന്ദർഭത്തിൽ ഭഗവാൻ നൽകുന്നത് എന്നുള്ളതാണ്. ഇത് വായിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ ജീവനും മരണവും തമ്മിലുള്ള അതിൻ്റെ ഒരർത്ഥത്തിലേക്ക് നമ്മെ നയിക്കുകയാണ് ഭഗവാൻ. ഒരു ജീവിതവും ആ ജീവൻ്റെ ആ ശരീരത്തിൽ നിന്ന് ജീവൻ വേർപെടുന്നതും തമ്മിലുണ്ടാകുന്ന ആ ആധ്യാത്മിക അവസ്ഥയെ നമ്മെ നല്ല രീതിയിൽ ബോധ്യപ്പെടുത്താനാണ് ഈ ഭാഗത്ത് ഭഗവാൻ ശ്രമിക്കുന്നത്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വിഷയത്തെയാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞു വരുന്നത്. നമ്മളത് എത്രമാത്രമാണ് നമുക്കത് വിശദീകരിക്കാൻ പറ്റുക എന്നുള്ളത് അത് ഈശ്വരൻ്റെ കൃപ പോലിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. എന്താണ് സംഭവിക്കുക എന്നുള്ളത് എനിക്ക് തന്നെ ഒരു നിശ്ചയമൊന്നുമില്ല, ഇതെങ്ങനെ ചെന്ന് അവസാനിക്കുക എന്നുള്ളത് ഈ വിഷയം. കാര്യം അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കുന്നത്. അത് അത്രയും വളരെ അഗാധമായി ഇതിൻ്റെ കുറിച്ച് ബോധ്യപ്പെടാനുള്ള ഒരു പാണ്ഡിത്യമൊക്കെ നമ്മെപ്പോലുള്ളവർക്ക് വളരെ കുറവാണ്. ഇപ്പോൾ ഈ ഒരു ഭാഗം വായിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഈ സന്ദർഭത്തിൽ ഞാൻ എൻ്റെ ഒരു അനുഭവം കൂടെ പറയാം. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. എൻ്റെ അതേ പ്രായമാണ്, എൻ്റെ ഒരു സുഹൃത്തുമാണ്. അപ്പോൾ വളരെ അടുത്ത ഒരു സുഹൃത്താണ്, എൻ്റെ അതേ പ്രായം. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മരണവാർത്ത കേട്ടപ്പോൾ ഞാൻ വളരെ സ്റ്റണ്ടായിപ്പോയി, വല്ലാത്തൊരു അവസ്ഥയിലായിപ്പോയി. കാരണം ഈ ലോകത്തുനിന്ന് എങ്ങനെയും പോകുന്നതിനധികം സമയമൊന്നും വേണ്ട, നിമിഷാർദ്ധം കൊണ്ട് നമ്മൾ ഈ ലോകവാസം അവസാനിപ്പിക്കുന്നു. അത് നമ്മെ ബോധ്യപ്പെടുത്തുന്ന പോലെയാണ് ആ മരണം എനിക്ക് അനുഭവപ്പെട്ടത്. പ്രത്യേകിച്ച് ഈ പ്രദേശങ്ങളിൽ ഭഗവത്ഗീതയെക്കുറിച്ചും അതിലുപരി ശ്രീരാമകൃഷ്ണദേവൻ്റെ കഥകളും ഇവിടുത്തെ ചരിത്രവും ആശ്രമത്തിൻ്റെ ചരിത്രവുമെല്ലാം നല്ലോണം പഠിക്കുകയും നല്ല രീതിയിൽ
അത് ഈ സമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തിരുന്ന ഒരു ആധ്യാത്മിക ഭാവമുള്ള ആളായിരുന്നു. പെട്ടെന്നാണ് അദ്ദേഹത്തിന് വിട പറയേണ്ടി വന്നത് എന്നുള്ളതാണ്. അപ്പോൾ അപ്പോൾ അതേക്കുറിച്ച് അപ്പോൾ ആ ഒരു അനുഭവ തലത്തിൽ നിന്നുകൊണ്ട് ഈ ഭാഗം തന്നെ വായിക്കുമ്പോൾ കുറേ കൂടെ ഭഗവാൻ പറയുന്ന ഈ കാര്യങ്ങളെ കുറേ കൂടെ ആഴത്തിൽ മനസ്സിലാക്കാൻ ഒരു സിറ്റുവേഷൻ ഒരുങ്ങി എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇവിടെ ഭഗവാൻ ഇത് തുടങ്ങുന്നത്, ഈ ഭാഗം തുടങ്ങുന്നതിന് മുമ്പ്, ഇതിപ്പോൾ 5-ാം അധ്യായം 4, 5, 6 അധ്യായമാണ് ഇത് വരുന്നത്. അപ്പം 4-ാം അധ്യായത്തിൻ്റെ ഈ 4, 5, 6, 3 അധ്യായങ്ങളിലൂടെയാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. അതായത് മരണത്തെ സംബന്ധിക്കുന്ന, അല്ലെങ്കിൽ ഈ ലോകത്തെ ജീവിതം വിട്ടുപോകുന്ന ആ സാഹചര്യം കേശവചന്ദ്രസേനൻ്റെ സിറ്റുവേഷനെ വെച്ചുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ കേശവചന്ദ്രസേനെ ബോധ്യപ്പെടുത്തുക. അപ്പോൾ വളരെയധികം മരണം തൊട്ടു മുമ്പിൽ കാണുന്ന കേശവചന്ദ്രസേനൻ ഈ ഭാഗങ്ങളിൽ നോക്കുമ്പോൾ അങ്ങ് അന്തം പൊട്ടിച്ചിരിക്കുന്ന കുറേ ഭാഗങ്ങൾ ഇതിനകത്തുണ്ട്. ഭഗവാന്റെ സംഭാഷണങ്ങൾ കേട്ടിട്ട് അങ്ങ് നിലവിട്ട് ചിരിക്കുകയാണ് ചെയ്യുന്നത്. അത്രമേൽ ആഹ്ലാദത്തോടു കൂടിയാണ് ഈ ഭഗവാന്റെ വാക്കുകൾ കേശവചന്ദ്രസേനൻ ഈ ഭാഗത്ത് കേൾക്കുന്നത്. കേശവചന്ദ്രസേൻ്റെ വരവും ഈ ഭാഗത്ത് കേശവചന്ദ്രസേൻ്റെ മടങ്ങിപ്പോക്കും, മുറിയിലേക്കുള്ള മടങ്ങിപ്പോക്കും, ഈ രണ്ടും മാസ്റ്റർ മഹാശയൻ വചനാമൃതത്തിൽ ചിത്രീകരിക്കുന്നുണ്ട്. ആ ചിത്രീകരിച്ചിരിക്കുന്നത് കാണുമ്പോഴറിയാം അങ്ങേയറ്റം അവശതയിലാണ് കേശവചന്ദ്രസേൻ, അങ്ങേയറ്റത്തെ അവശതയിലാണ്. അപ്പം കഴിഞ്ഞ തവണ നമ്മൾ ഇതിനെ ആ ഭാഗത്തെക്കുറിച്ച് കുറച്ച് വിവരിക്കുകയുണ്ടായത്. അത് ഏതാണ്ട് 42 വയസ്സോ 43 വയസ്സിലുള്ളതാണ് ഈ സന്ദർഭം എന്നും കൂടെ ആലോചിക്കണം. 44 45 വയസ്സിൻ്റെ ആ ഒരു ചുറ്റുപാടിലാണ് കേശവചന്ദ്രസേൻ്റെ ഈ ദേഹത്യാഗം വരുന്നത്. വളരെ യങ് സ്റ്റേജാണ്. നമ്മൾ ഇന്നത്തെ കണക്ക് നോക്കുമ്പോൾ ഒട്ടും പ്രായമൊന്നും ആകാത്ത ഒരു സാഹചര്യം കൂടെ എന്ന് മനസ്സിലാവും. പക്ഷെ അന്നത്തെ കാലത്ത് അതൊരു പ്രായമായി കണക്ക് കൂട്ടാം. കാര്യം 50 എന്നൊക്കെ പറയുമ്പോൾ ഒരു ആയുസ്സിൻ്റെ ദൈർഘ്യം വളരെ കുറവായിരുന്നു അന്ന്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ കേശവചന്ദ്രസേനൻ വളരെ പരീക്ഷീണനായിട്ടാണ് ഈ ഭാഗം മാസ്റ്റർ മഹാശയൻ എഴുതുമ്പോൾ വരുന്നതും പോകുന്നതും. അപ്പോൾ ഇതിനിടയിൽ അങ്ങ് ഹൃദയം തുറന്ന് ചിരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേശവചന്ദ്രസേൻ എത്തിച്ചേരുകയാണ്. തൻ്റെ മരണാവസ്ഥയോ അല്ലെങ്കിൽ തൻ്റെ ശാരീരിക അവസ്ഥയെല്ലാം മറന്ന് ചിരിക്കാനുള്ളൊരു സാഹചര്യം ഇതിനകത്ത് ഉടനീളം കാണാം. അത് ആ ആധ്യാത്മിക ഭാവത്തെക്കുറിച്ച് ഭഗവാൻ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ആ ചിരി വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആ ജീവിതത്തെ അല്ലെങ്കിൽ ജീവിതാന്ത്യത്തെ കേശവചന്ദ്രസേനൻ കാണുന്നത്, അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്, ഭഗവാൻ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് എങ്ങനെയെന്ന് നമുക്കിവിടെ കാണാം. അതാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്കും അതൊരു വലിയ പാഠമാണ്. എങ്ങനെയാണ് ഒരു ജീവിതാന്ത്യത്തെ നമ്മൾ സമീപിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു വലിയ പാഠമാണ് ഇവിടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് ഭഗവാൻ ഇവിടെ തുടങ്ങുമ്പോൾ, അതായത് 4-ാം അധ്യായത്തിൽ പ്രധാനമായിട്ടും ഭഗവാൻ 4-ാം അധ്യായത്തിൽ തുടങ്ങുമ്പോൾ പറയുന്നത്, ഈശ്വരന് നിങ്ങളുടെ ഐശ്വര്യവും സമ്പത്തും ഒന്നുമല്ല കൊടുക്കേണ്ടത്. നിങ്ങളുടെ ഐശ്വര്യമോ സമ്പത്തോ ഒന്നുമല്ല ഈശ്വരന് കൊടുക്കേണ്ടത്. അതല്ല ഈശ്വരൻ പ്രതീക്ഷിക്കുന്നത്. അതിൽ ഈശ്വരൻ വശകനാവില്ല എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഐശ്വര്യമോ സമ്പത്തിലോ ഒന്നും ഈശ്വരൻ വശകനാവില്ല. ഈശ്വരൻ അതിലൊന്നും ഒരു താല്പര്യവും ഉണ്ടാവില്ല. എന്നാൽ നിങ്ങളുടെ ഭക്തിയിൽ ഈശ്വരൻ വശകനാവും. നിങ്ങൾ എത്രമാത്രം ഭക്തിയാണ് ഈശ്വരനെ പുലർത്തുന്നത് എന്നതിന് മാത്രമാണ് ഈശ്വരന് നിങ്ങളോടുള്ള ആ അറ്റാച്ച്മെൻറ്റ്, തിരിച്ചുള്ള അറ്റാച്ച്മെൻറ്റിൻ്റെ ഏക ഘടകം എന്ന് പറയുന്നത് നമ്മിലുള്ള ഭക്തിയുടെ അളവ് മാത്രമാണ് എന്ന് 4-ാം അധ്യായത്തിൽ പറയുകയാണ്, 5-ാം അധ്യായം തുടങ്ങുന്നതിന് മുമ്പ്. അപ്പോൾ അതിൽ ഭഗവാൻ ആ വചനാമൃതത്തിൽ ആ ഭാഗം പറയുന്നത് എങ്ങനെയാണ് ഈശ്വരന് നിങ്ങളുടെ സുഖമോ നിങ്ങളുടെ സമ്പത്തോ ഐശ്വര്യമോ ഒന്നും ഈശ്വരനെ സംബന്ധിച്ച് ഈശ്വരൻ അത് വശകനാകുന്നില്ല എന്ന് പറയുന്ന ആ ഭാഗത്ത് ഭഗവാൻ അതിന് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഓരോരുത്തരും അവരവരുടെ ഭാവനയ്ക്കനുസരിച്ചിട്ടാണ് ഈശ്വരനെ കാണുന്നത്.
ഇപ്പോൾ ചില ഭക്തന്മാരുടെ കാര്യം, ആ ഭക്തന്മാർ തന്നെ മുട്ടാടിനെ തിന്നും, ആട്ടിറച്ചി തിന്നുന്നവരാണ് ഭക്തൻ. അപ്പോൾ ആട്ടിറച്ചി തിന്നുന്ന ഭക്തൻ ഈശ്വരന് ആട്ടിറച്ചി നിവേദിക്കുന്നു. അപ്പോൾ അയാളുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഈശ്വരൻ ആടിനെ തിന്നും എന്നുള്ള, ആട്ടിറച്ചി കഴിക്കും എന്നുള്ളതാണ് അയാളുടെ വിശ്വാസം. കാര്യം അയാൾ കഴിക്കുന്നത് ആട്ടിറച്ചിയാണ്, അതുകൊണ്ട് ഈശ്വരന് അയാൾ ആട്ടിറച്ചി കൊടുക്കുന്നു. ഇനി വേറെ ചിലരുണ്ട്, അവർ പലതരം വിഭവങ്ങളുണ്ടാക്കും, കറികൾ ധാരാളം ഉണ്ടാക്കും, ചോറുണ്ടാക്കും, എന്നിട്ട് അതൊക്കെ നിവേദിക്കും. നമ്മളും ചില വിശേഷങ്ങൾക്ക്, നമ്മൾ സത്സംഗമൊക്കെ നടത്തുമ്പോൾ ഉച്ചയ്ക്കാണെങ്കിൽ നമ്മൾ ഭഗവാന് നിവേദിക്കുന്നു, അതാണ് നമ്മൾ പ്രസാദമായിട്ട് കഴിക്കുന്നത്. അപ്പം നമ്മൾ എന്താണോ കഴിക്കുന്നത് അത് ഭഗവാന് നിവേദിക്കുന്നു. പിന്നെ ചിലരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം നിവേദ്യങ്ങളോ അല്ലെങ്കിൽ പൂജയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട യാതൊരു രീതികളും ചിലർക്കില്ല. അവർക്ക് ഒരു തുളസി ദളമോ അല്ലെങ്കിൽ അല്പം ഗംഗാജലമോ ഉണ്ടെങ്കിൽ അവരതുകൊണ്ട് എല്ലാം പൂജിക്കും, അവർക്ക് അത് മതി. അല്ലെങ്കിൽ 2 കഷ്ണം കൽക്കണ്ടം, ഇത്രയൊക്കെ മതി, ഈശ്വരൻ അവർ കൊടുക്കും. അതായിരിക്കും നിവേദ്യമായിട്ട് കൊടുക്കുക. പിന്നെ വല്ലപ്പോഴുമൊക്കെ ഒരു പായസമൊക്കെ ഉണ്ടാക്കി കൊടുക്കും, അതൊക്കെ സൗകര്യം പോലെ. അപ്പോൾ ഇനി വേറെ ഒരു വിഭാഗമുണ്ട്, അവരെ സംബന്ധിച്ചിടത്തോളം നാമജപം മാത്രമാണ് അവരുടെ ഈശ്വരനോടുള്ള ഈശ്വരൻ അർപ്പിക്കുന്നു എന്ന് അവർ ധരിക്കുന്നത് നാമജപം മാത്രമാണ്, ഈശ്വരൻ്റെ നാമം മാത്രം. ഭഗവാൻ ഇവിടെ പറയുന്നത് ഈ 5-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ ഭഗവാൻ ഈ 4-ാം അധ്യായത്തിൽ ഇത് പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടാണ് 5-ാം അധ്യായത്തിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഈശ്വരന് നൽകുന്നത് എന്ത് എന്നുള്ളതല്ല ഈശ്വരൻ്റെ പരിഗണന, നമ്മുടെ ഭക്തി എത്രമാത്രം എന്നത് മാത്രമാണ്. അതായത് നമ്മുടെ ദ്രവ്യത്തിൻ്റെ അളവിലല്ല ഈശ്വരന് നമ്മോടുള്ള താല്പര്യം, നമ്മുടെ ഭക്തിയുടെ അളവ് എത്രയുണ്ടോ അതാണ് ഈശ്വരന് താല്പര്യം. ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് കേശവചന്ദ്രസേനോട് ചിരിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞത്, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അസുഖം ബാധിച്ചത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്? കേശവചന്ദ്രസേനോട് ചോദിച്ചു, ശരി, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അസുഖം ബാധിച്ചത് എന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ്? അപ്പോൾ അതിനൊരർത്ഥമുണ്ട്. നിങ്ങൾക്കൊരു അസുഖം ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരർത്ഥമുണ്ട്. നിങ്ങൾ ഈ അസുഖത്തെ സംബന്ധിച്ച് വ്യാകുലനാവേണ്ട കാര്യമില്ല. കാര്യം ഈ അസുഖത്തിനൊരു കാരണമുണ്ട്. എന്താണ് ആ കാരണം? അതിൽ ഭഗവാൻ പറഞ്ഞത്, ഈ ശരീരത്തിനകത്തുകൂടി, അതായത് ഈ ശരീരത്തിനകത്തുകൂടി അനേകം ആധ്യാത്മഭാവങ്ങൾ ഒരു ജീവിത കാലഘട്ടത്തിൽ കടന്നുപോയി കഴിഞ്ഞിരിക്കുന്നു. ഈ ഭാഗം ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഒരു ജീവിത കാലഘട്ടത്തിൽ, കേശവചന്ദ്രസേനോടാണ് പറയുന്നത് ഭഗവാൻ, ഒരു ജീവിത കാലഘട്ടത്തിൽ അനേകം ആധ്യാത്മഭാവങ്ങൾ ഈ ശരീരത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. എന്തൊക്കെയാണ് ആധ്യാത്മിക ഭാവങ്ങൾ എന്നുള്ളത് ആണ് നമ്മൾ ഇനി നോക്കേണ്ടത്. എന്തൊക്കെയായിരിക്കും ഈ ആധ്യാത്മിക ഭാവങ്ങൾ? ഒന്ന്, എല്ലാത്തിലും ഈശ്വരനെ കാണുക എന്ന് പറയുന്നത് ഒരു ആധ്യാത്മിക ഭാവമാണ്. ഈ പറയാൻ പോകുന്ന ലിസ്റ്റ് അനുസരിച്ച്, ഈ ആധ്യാത്മിക ഭാവത്തിൻ്റെ ഈ ലിസ്റ്റിൽ നമുക്ക് ഓരോരുത്തർക്കും അനുഭവതലത്തിൽ വരുന്നത് ഇതിലേതെങ്കിലും ചില കാര്യങ്ങൾ മാത്രമായിരിക്കും, അല്ലാതെ എല്ലാം ഒരാൾക്ക് അനുഭവവേദ്യമാവണമെന്നില്ല. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളിൽ ചിലതെല്ലാം നമുക്ക് അനുഭവവേദ്യമായിട്ടുള്ളതായിരിക്കും. അപ്പം അതിലൊന്ന് പറഞ്ഞത്, കാണുന്നതിലെല്ലാം ഈശ്വര സാന്നിധ്യം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്, അതൊരു ആധ്യാത്മിക ഭാവമാണ്. രണ്ടാമത്തത് ഭക്തി. ഭക്തി ഒരു ആധ്യാത്മിക ഭാവമാണ്. ഭക്തിയെക്കുറിച്ച് പറഞ്ഞു. ഉദാഹരണം, രാമായണത്തെ പറയുന്നത്
തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ രാമായണത്തെ ടൈറ്റിൽ ചെയ്തിരിക്കുന്നത് ആധ്യാത്മരാമായണം എന്നാണ്. വെറും രാമായണം എന്നല്ല, അധ്യാത്മരാമായണം എന്നാണ് അതിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ആ രാമായണം, തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ ആ രാമായണം എന്ന് പറഞ്ഞത് ഭക്തിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മാത്രം രചിക്കപ്പെട്ടതാണ്. രാമായണം തന്നെ 100 കണക്കിന് തരത്തിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളതെന്ന് നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. പല ഭാഷകളിൽ, പല രാജ്യത്ത്, പല രൂപത്തിൽ, പല ഭാവത്തിൽ രാമായണം. നമ്മളത് കഴിഞ്ഞ തവണ രാമായണത്തെക്കുറിച്ച് ചർച്ച ചെയ്തതാണ്. രാമായണത്തിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇവിടെ അധ്യാത്മരാമായണം എന്നാണ് ടൈറ്റിൽ. അപ്പം അധ്യാത്മഭാവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഭാവങ്ങളിൽ ഭക്തിക്ക് വിവിധ അധ്യാത്മഭാവങ്ങളുണ്ട്. അതിൽ ഭക്തി എന്ന അധ്യാത്മഭാവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് രചിക്കപ്പെട്ടതാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ രാമായണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തന്നെ അനുഭവം, നമ്മൾ എല്ലാ രാമായണ മാസം ആചരിക്കുന്നുണ്ട്. മഹാഭാരത മാസമോ എന്തിന് ഭഗവത്ഗീതാ മാസമൊന്നും അങ്ങനെ ആചരിക്കുക. രാമായണത്തെ മാത്രമാണ് നമ്മൾ കർക്കിടക മാസത്തിൽ രാമായണ മാസമായിട്ട് നമ്മൾ ആചരിക്കും. അത് തന്നെ നമ്മുടെ ഭക്തിയുടെ ഒരു ഭാഗമായിട്ട്, ഒരു അനുഷ്ഠാനമായിട്ട് നമ്മൾ സ്വീകരിക്കുന്നത് പോലും രാമായണത്തെയാണ്. അതാണ് രാമായണത്തിൻ്റെ ആ ഭക്തിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഇവിടെ ഇത് ഭഗവാൻ ആ അധ്യാത്മഭാവത്തെക്കുറിച്ച് പറഞ്ഞതിൻ്റെ ഒരു അടിസ്ഥാന ഘടകങ്ങളാണ് നമ്മളിവിടെ വിവരിക്കുന്നത്. അപ്പോൾ ഭക്തി ഒരു അധ്യാത്മഭാവമാണ്. മൂന്നാമത്തത് ശരണാഗതി, അതൊരു അധ്യാത്മഭാവമാണ്. ഏതു സാഹചര്യത്തിലും ഈശ്വരനെ തന്നെ ഓർത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ശരണാഗതി. നാലാമത്തത് ആന്തരിക ശുദ്ധി, അതായത് മനസ്സും ഈശ്വരനിലല്ലാതെ മറ്റൊന്നിലേക്കും പോവില്ല. അതാണ് ആന്തരിക ശുദ്ധി. അതൊരു അധ്യാത്മഭാവമാണ്. പിന്നൊന്ന് ജ്ഞാനവും ധ്യാനവും, അതായത് സത്സംഗം ചെയ്യാനുള്ള താല്പര്യം, സത്സംഗങ്ങളിൽ പങ്കെടുക്കാനുള്ള താല്പര്യം, നാമസങ്കീർത്തനങ്ങൾ ചെയ്യാനുള്ള താല്പര്യം. ഈ സത്സംഗങ്ങളിൽ എല്ലാവർക്കും സത്സംഗങ്ങളിൽ പങ്കെടുക്കാൻ പറ്റില്ല, താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അതേസമയം ചിലരെ സംബന്ധിച്ച് സത്സംഗങ്ങൾ മാത്രമാണ് അവർക്ക് ഏറ്റവും ആശ്രയമായിട്ടുള്ളത്. അപ്പോൾ ആ സത്സംഗത്തിൽ നിരന്തരം പങ്കെടുക്കുക എന്നുള്ളതാണ് അവരുടെ ഭാവം, ആധ്യാത്മഭാവം. അതെല്ലാവർക്കും കിട്ടില്ല. അപ്പോൾ അതാണ് മറ്റൊരു ആധ്യാത്മഭാവം. ഇങ്ങനെ വിവിധ തരം ആധ്യാത്മഭാവങ്ങളിലൂടെയാണ്, ഈ പറഞ്ഞ ഏതെങ്കിലും ഘടകങ്ങളിലൂടെയോ അല്ലെങ്കിൽ ഇതിൽ പല ഘടകങ്ങളിലൂടെയാണ് നമ്മുടെ ജീവിതകാലത്ത് ഒരു ജീവാത്മാവ് കടന്നു പോകുന്നത്. ഓക്കെ. അപ്പോൾ ഈ അവസ്ഥകളിലൂടെ ഏതെങ്കിലും ഒന്നിലൂടെ കടന്നു പോകുന്ന അവസരത്തിൽ ഈ ഒരു അവസരത്തിലൂടെ നമ്മൾ മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് പോകുന്നതല്ല. നാളെ മുതൽ ഞാൻ സത്സംഗങ്ങൾ പങ്കെടുക്കാം എന്ന് ആരും തീരുമാനിക്കുന്നില്ല. അങ്ങനെ തീരുമാനിച്ചാൽ നടക്കുകയില്ല. അല്ലെങ്കിൽ നാളെ മുതൽ ഞാൻ ഈശ്വരനിൽ ശരണാഗതി പ്രാപിക്കുന്നു, അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ തീരുമാനിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നാളെ മുതൽ ഞാൻ ആന്തരിക ശുദ്ധി, അതായത് മനസ്സിന് എൻ്റെ വേറെ ഒന്നിലും പോകില്ല, ഞാൻ ഈശ്വരനിൽ അങ്ങനെയൊന്നും തീരുമാനിക്കാനേ പറ്റില്ല. ഇത് ഒരു ജീവൻ്റെ ജീവിതക്രമത്തിൽ വന്നു ചേരുന്ന ഒരവസ്ഥയാണ്. അത് ഈശ്വരാധീനമുണ്ടെങ്കിൽ മാത്രമാണ് ഇതിലേതെങ്കിലും ഒന്നിലൂടെ, ഈ ആധ്യാത്മിക ഭാവത്തിലൂടെ കടന്നു പോകാൻ നമുക്ക് സാധ്യമാകുന്നത്. ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ഘടനയിലൂടെ കടന്നു പോകാൻ, ആധ്യാത്മിക ഭാവങ്ങളിലൂടെ കടന്നു പോകുന്നതിന് ഒരു ഈശ്വരാനുഗ്രഹം ഉണ്ടാകണം. അതാണ് നേരത്തെ നമ്മൾ മുമ്പൊരിക്കൽ ഇവിടെ വായിച്ചു വന്ന കൂട്ടത്തിൽ, അതാണ് ഒരേ വിഷയം തന്നെ വീണ്ടും വീണ്ടും വരും ഇതിനകത്ത്. മുൻപ് നമ്മൾ വായിച്ച ഒരു ഭാഗത്ത് നമ്മൾ ഒരു വിഷയം സംസാരിച്ചത് ഒരു സാധകൻ്റെ സഞ്ചാരം എന്ന പുസ്തകത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ ഒരു ചർച്ച ചെയ്തതാണ്. അതിലും ഇത് തന്നെയാണ്. ആ സാധകൻ
എങ്ങനെയാണ് ഒരു ആധ്യാത്മിക ഭാവത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘടനയിലൂടെ കടന്നു പോകേണ്ടത് എങ്ങനെയെന്ന് അന്വേഷിച്ച് നടക്കുകയാണ് ഇയാൾ. കാരണം ഇയാൾക്കൊരു പ്രസംഗത്തിൽ കേട്ടതാണ് നിരന്തരം പ്രാർത്ഥിക്കുക എന്ന്. നിരന്തരം പ്രാർത്ഥിക്കുക, അത് ഇതിൽ പിന്നെ ശരണാഗതി എന്നുള്ള ആ ഒരു ഘടനയാണ്. അതിനെയാണ് അയാൾ ഫോളോ ചെയ്തത്. അതായത് നിരന്തരം ഭഗവാനെ, ഈശ്വരനെ മാത്രം ശരണാഗതി ഓർത്തുകൊണ്ടേ മുന്നോട്ട് പോകും. വേറെ ഒന്നും ഓർക്കുന്നില്ല, ഈശ്വരനെ മാത്രം ഓർത്തുകൊണ്ട് ജീവിക്കുക. അതെങ്ങനെ ജീവിക്കാൻ പറ്റുമെന്നുള്ള സംശയം തീർക്കലാണ് സാധകൻ്റെ സഞ്ചാരം എന്ന ഗ്രന്ഥം വിവരിക്കുന്നത്. അപ്പോൾ ഞാനത് ആ സാഹചര്യത്തിന് അത് പറഞ്ഞതേ ഉള്ളൂ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇങ്ങനെ ഈ ആധ്യാത്മിക ഭാവത്തിലൂടെ നമ്മുടെ ജീവൻ കടന്നു പോകുന്നു. എന്നാൽ ഇത് നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല. ഇത് ഓരോരുത്തർ ഈ ഒരു ഘടനയിലേക്ക് ആ ജീവൻ താല്പര്യപൂർവം എത്തുന്നതാണ്. ആ ജീവൻ തിരഞ്ഞെടുക്കുകയാണ് ഈ മാർഗം. നമ്മുടെ ശരീരമല്ല തിരഞ്ഞെടുക്കുന്നത്, നമ്മുടെ ഉള്ളിലെ അന്തരാത്മാവാണ് ഇത് തിരഞ്ഞെടുക്കുന്നത്. ഇപ്പം ഈ സത്സംഗത്തിൽ ഇരിക്കുന്ന ശരീരങ്ങൾ, നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ ശരീരങ്ങളെക്കുറിച്ച് ആലോചിക്കാം. അപ്പം ഈ ശരീരങ്ങൾ സ്ഥിരമായി ഈ സത്സംഗത്തിൽ ഇരിക്കുന്ന ഈ ശരീരങ്ങൾ ഇവിടെ ഇരിക്കാൻ പ്രേരിതമാകുന്നത്, ഈ ശരീരങ്ങൾ ഒരു ദിവസം പൂർണ്ണ തീരുമാനമെടുത്ത് വന്നിരുന്നതൊന്നുമല്ല. അല്ലെങ്കിൽ ഇതിൽ നിന്ന് മാറി, ഇതിൽ പങ്കെടുക്കാതെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മനഃപൂർവ്വം മാറി നിൽക്കുന്നതൊന്നുമല്ല. ഇത് ആരും അറിയാതെ തന്നെ സംഭവിക്കുന്നതാണ്. അത് നമ്മുടെ ബാഹ്യമായ ഇടപെടലുകളില്ലാതെ ഇത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതങ്ങ് നമുക്കിത് ഒഴിവാക്കാൻ പറ്റില്ല, അതങ്ങ് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ നിയന്ത്രണത്തിലല്ല ഇത്. അതാണ് ഈ ആധ്യാത്മിക ഭാവത്തിൻ്റെ പ്രത്യേകതയായിട്ട് ഭഗവാൻ ഇവിടെ പറയുന്നത്. അതിന് ഭഗവാൻ പറയുന്ന ഒരു ഉദാഹരണം, വചനാമൃതത്തിൽ അതിന് ഭഗവാൻ പറയുന്ന ഒരു ഉദാഹരണം എന്തെന്ന് വെച്ചാൽ, ഗംഗയിലൂടെ ഒരു സ്റ്റീം ബോട്ട് പോകുകയാണെന്ന് വിചാരിക്കുക. ഗംഗയിലൂടെ, അതായത് ഈ ആധ്യാത്മിക ഭാവങ്ങൾ ഒരു ജീവനിൽ എങ്ങനെയാണ് അതിൻ്റെ റിയാക്ഷൻസ് ഉണ്ടാകുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പം ഗംഗയിലൂടെ ഒരു സ്റ്റീം ബോട്ട് പോകുമ്പോൾ ആ സ്റ്റീം ബോട്ട് പോകുന്നു എന്ന് മാത്രം. ഒരു സ്റ്റീം ബോട്ട് കടന്നു പോകുന്നു, അത് ഒരു അലോസരവും ഉണ്ടാക്കാതെ ആ സ്റ്റീം ബോട്ട് കടന്നു പോകുന്നു. ഈ സ്റ്റീം ബോട്ടാണ് ആധ്യാത്മിക ഭാവങ്ങൾ എന്ന് കരുതുക. അപ്പം ഈ സ്റ്റീം ബോട്ട് ഗംഗയിലൂടെ കടന്നു പോയി കഴിയുമ്പോൾ കുറേ കഴിഞ്ഞതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ആ ഗംഗയിൽ അതിശക്തമായ ഓളമുണ്ടാകുന്നത്. ഇത് പോയി കഴിഞ്ഞിട്ടാണ് ഓളം വരുന്നത്, അല്ലാതെ ഇത് പോകുന്ന അവസരത്തിലല്ല ഓളമുണ്ടാകുന്നത്. ബോട്ട് പോയി കഴിഞ്ഞതാണ് ആ ഓളം ഉണ്ടാകുന്നത്. അപ്പോഴാണ് ആളുകൾ തിരിച്ചറിയുന്നത് ആ ബോട്ട് പോയതിൻ്റെ പ്രതിഫലനമാണ് ഈ ഓളങ്ങൾ എന്ന് പിന്നീട് മനസ്സിലാക്കുന്നു. ആ ഓളങ്ങളിൽപ്പെട്ട് ചെറുവള്ളങ്ങൾ മറിയുന്നു, അല്ലെങ്കിൽ ആ കരകളിൽ വന്ന് ഇത് ആഞ്ഞടിക്കുന്നു, ഈ ഓളങ്ങൾ ആഞ്ഞടിക്കുന്നു. ഇതെല്ലാം ഈ ബോട്ട് പോയതിന് ശേഷമാണ്. അതാണ് ആധ്യാത്മിക ഭാവത്തെക്കുറിച്ച് ഭഗവാൻ പറഞ്ഞു. ഈ ശരീരത്തിലൂടെ, ഈ ജീവിതത്തിലൂടെ നിരവധി തവണ ഈ ആധ്യാത്മിക ഭാവങ്ങൾ നിരന്തരം കടന്നു പോയി കുറേ കഴിയുമ്പോഴാണ്, അതിൻ്റെ ആ ഭാവങ്ങളെല്ലാം കടന്നു പോയി കഴിയുമ്പോഴാണ് ഈ ആഘാതം നമുക്കുണ്ടാകുന്നത്. അതാണ് ശരീരത്തിൻ്റെ അസുഖം എന്ന് പിന്നീട് നമുക്ക് ബോധ്യമാകുന്നത്. അപ്പോൾ വിചാരിക്കും, അപ്പോൾ ഈ ആധ്യാത്മിക ഭാവങ്ങൾ ഈ അസുഖങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണോ എന്നുള്ളൊരു സംശയം. അതാണ് ഈ ഭാഗം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ വളരെ രസകരമായൊരു ഭാഗമാണിത്. ഇപ്പോൾ നമുക്കിവിടെ ചിന്തിക്കാവുന്ന, ഇത് കേൾക്കുന്ന ഒരാൾ പെട്ടെന്ന് ചിന്തിച്ചു പോകും, അപ്പോൾ ഈ അസുഖങ്ങൾ ഉണ്ടാകുന്നതാണോ ഈ ആധ്യാത്മിക ഭാവങ്ങളുടെ ഈ കടന്നുപോക്ക്, അല്ലെങ്കിൽ ഈ സഞ്ചാരം, ഈ ശരീരത്തിൽ ഇത്രയും കാലമുണ്ടായ ഈ ആധ്യാത്മിക ഭാവങ്ങളുടെ വിവിധങ്ങളായ ആ സഞ്ചാരത്തിൻ്റെ അവസാനത്തെ പ്രതിഫലനം എന്ന് പറയുന്നത് ഈ അസുഖമുണ്ടാകലാണെങ്കിൽ, ഈ അസുഖം വരുന്നതിന് കാരണം ഈ ആധ്യാത്മിക ഭാവമാണോ എന്നൊരു സംശയം വരും. അത് ഭഗവാൻ അറിയാം, അങ്ങനെ ഒരു സംശയം ഇവിടെ വരുമെന്നറിയാം. അപ്പോൾ ഭഗവാൻ അതിനെ കുറച്ചുകൂടെ ഡിസ്ക്രൈബ് ചെയ്യുന്നൊരു ഭാഗം,
ഈ ആധ്യാത്മിക ഭാവം പൂർണ്ണമായി ഉൾക്കൊണ്ട് അതിലൂടെ കടന്നു പോയി കഴിയുമ്പോൾ ദേഹം ഒടുവിൽ മറിയുന്നത്, അതായത് ഈശ്വരൻ നിങ്ങളെ പൂർണ്ണമായും സ്വീകരിച്ചു കഴിഞ്ഞു എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാകുന്നു എന്നുള്ളതാണ് സത്യം. മറ്റാരും ഇത് അറിയുന്നില്ല. അതായത് സാധാരണഗതിയിൽ ഒരു ജീവന് ഇത് തിരിച്ചറിയാൻ കഴിയില്ല. ഈ ആധ്യാത്മിക ഭാവങ്ങളിലൂടെ കടന്നുപോയ ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം ഈ അവസാനം ഈ സ്റ്റീം ബോട്ട് കടന്നു പോയ ശേഷം ഉണ്ടാകുന്ന ഈ അലയടിക്കൽ, കരയിലും മറ്റ് ഭാഗങ്ങളിലേക്ക് ഈ അലകൾ വന്നു ചേരുന്നത് ബോധ്യപ്പെടുമ്പോൾ ആ അലയുടെ അർത്ഥം സ്റ്റീം ബോട്ട് കടന്നു പോയതാണ് എന്ന് പറഞ്ഞ പോലെ ഈ ആധ്യാത്മിക ഭാവങ്ങൾ തന്നിലൂടെ കടന്നു പോയതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഇത് എന്ന് ചില ജീവനുകൾക്ക് മാത്രം തിരിച്ചറിയാൻ പറ്റും. അങ്ങനെയുള്ള ജീവനാണ് ഈശ്വരൻ നമ്മെ പൂർണ്ണമായും സ്വീകരിച്ചു കഴിഞ്ഞു എന്ന് ബോധ്യം വരുന്നത്. അപ്പോൾ ഇവിടെ ഭഗവാൻ പറയും, ഒരു മരണത്തെ, നമ്മുടെ ഒരു ഒരു മരണത്തെ നമ്മൾ ബോധ്യപ്പെടുക. മരണം എന്നുള്ളൊരവസ്ഥയെ നമ്മൾ ബോധ്യപ്പെടുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഈശ്വരൻ നമ്മെ സ്വീകരിച്ചു കഴിഞ്ഞു എന്നുള്ള ബോധം നമ്മിൽ ഉണ്ടാകുമ്പോഴാണ്. അങ്ങനെ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ഈ ആധ്യാത്മിക ഭാവങ്ങളിലൂടെ ഒരു ജീവിതം മുഴുവൻ കടന്നു വന്നതിൻ്റെ റിസൾട്ടാണത്, ആ ബോധം. അപ്പോൾ അത് വളരെ ആനന്ദകരമായ ഒരു അവസ്ഥയാണെന്നാണ് ഭഗവാൻ പറയുന്നത്. അങ്ങനെ ഒരു തിരിച്ചറിവിലൂടെയാണ് ഈ ജീവൻ ഈ ശരീരത്തെ വിട്ടു പോകുന്നത് എങ്കിൽ അതൊരു അത്യാനന്ദകരമായ അവസ്ഥയാണ് എന്നാണ് പറയുന്നത്. എന്നാൽ ഈ രോഗത്തിൽ, എന്നിട്ട് ഭഗവാൻ ആ ഭാഗത്ത് വീണ്ടും അതിനെ കുറെ കൂടെ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ രോഗത്തിൻ്റെ എന്തെങ്കിലും ലക്ഷണം ബാക്കി നിൽക്കുന്നുവെങ്കിൽ ഈ ഡോക്ടർ ഡിസ്ചാർജ് ചെയ്യില്ല. നമ്മളത് ആശുപത്രിയിൽ ഒരു രോഗം വന്നതിന് ശേഷം അവിടെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഈ രോഗത്തിൻ്റെ എന്തെങ്കിലും ലക്ഷണം ബാക്കി നിൽക്കുന്നുവെങ്കിൽ ഒരിക്കലും ഡോക്ടർ ഡിസ്ചാർജ് ചെയ്യില്ല. അതായത് ഈ ലോകത്ത് ഈ ജീവനെ ഈ ലോകത്തേക്ക് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായും ഈശ്വരൻ സ്വീകരിക്കത്തക്ക വിധം ആ ജീവൻ സുഖപൂർവം ഭഗവാനിലേക്ക് എത്തുന്നത് വരെ എന്തെങ്കിലും പ്രാരാബ്ധങ്ങൾ ബാക്കി നിൽക്കുന്നുവെങ്കിൽ ഒരിക്കലും സ്വീകരിക്കില്ല. വീണ്ടും ഈ ലോകത്ത് തന്നെ നിലനിർത്തിക്കൊണ്ടുപോകും. അത് ഭഗവാൻ അതിനൊരു ഉദാഹരണം പറഞ്ഞു. ഒരു രോഗം വന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം രോഗത്തിൻ്റെ ഏതെങ്കിലും ഒരംശം പൂർണ്ണമായി ആ രോഗിയിൽ ബാക്കി നിൽക്കുന്നുവെങ്കിൽ ഒരിക്കലും ഡോക്ടർ ഡിസ്ചാർജ് എഴുതില്ല. അതായത് ഈശ്വരൻ നമ്മെ അവിടെ തന്നെ നിലനിർത്തും. അങ്ങനെയാണ് ഓരോ ജീവനും നിലനിൽക്കുന്നത് ഈ ലോകത്ത്. ഈ ലോകത്തൊരു ജീവൻ നിലനിൽക്കുന്നതിൻ്റെ അർത്ഥം ഈ ഡിസ്ചാർജ് ചെയ്യാനുള്ള സമയമായിട്ടില്ല എന്നുള്ളതാണ്. കേശവചന്ദ്രസേനെ സംബന്ധിച്ച് ഇതെങ്ങനെയാണ് പറയുന്നത് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ എല്ലാ കർമ്മ പ്രാരാബ്ധങ്ങളും തീർന്നിരിക്കുന്നു. കേശവചന്ദ്രസേനൻ്റെ എല്ലാ കർമ്മ പ്രാരാബ്ധങ്ങളും തീർന്നു കഴിഞ്ഞു. അത് ഭഗവാൻ തന്നെ നേരിട്ട് വന്ന് കേശവചന്ദ്രസേനെ ബോധ്യപ്പെടുത്തുകയാണ് ഇവിടെ. ഇനി ഒരു കർമ്മബന്ധം കേശവചന്ദ്രസേനില്ല. അതായത് ഡിസ്ചാർജ് ചെയ്യാനുള്ള സമയമായി എന്നർത്ഥം. ഭഗവാൻ ആ ഡിസ്ചാർജിനുള്ള സമയമായി എന്ന് കേശവചന്ദ്രസേനെ ബോധ്യപ്പെടുത്തുന്നതിനാണ് ഈ ഒരു ഡിസ്ക്രിപ്ഷൻ മുഴുവനും കേശവചന്ദ്രസേനോടാണ് ഇതെല്ലാം പറയുന്നതെന്നും കൂടെ ഓർക്കണം. കേശവചന്ദ്രസേനെയാണ് ഇത് ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ കേശവചന്ദ്രസേനെ ഇത് പറഞ്ഞു കൊടുക്കുക, എങ്ങനെയാണ് ഇനി മരണത്തിലേക്ക് നീ പോകേണ്ടത്, എങ്ങനെയാണ് ഈ ശരീരത്തെ നീ ഉപേക്ഷിച്ച് നീ പോകേണ്ടത് എന്നുള്ള ബോധം കേശവചന്ദ്രസേനന് കൊടുക്കുക. എന്നിട്ട് ശ്രീരാമകൃഷ്ണദേവൻ സ്വയം തൻ്റെ അവസ്ഥയെ ബോധ്യപ്പെടുത്താൻ, അതായത് താൻ എന്തുകൊണ്ട് ഇവിടെ തുടരുന്നു എന്നും കൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്.
അതും കേശവചന്ദ്രസേനോട് പറഞ്ഞു. അതും പറയണമല്ലോ. ഭഗവാനാണ് ഇത് കേശവചന്ദ്രസേനന് പറഞ്ഞു കൊടുക്കുന്നത്. കേശവചന്ദ്രസേനന് അതറിയാം. അങ്ങനെയാണെങ്കിൽ ഭഗവാൻ എന്തുകൊണ്ട് കേശവചന്ദ്രസേനന് ശേഷവും ഭഗവാൻ തുടരുന്നുണ്ട്? കാര്യം ഭഗവാൻ പിന്നീടൊരു 2-3 വർഷം കൂടെ ഭഗവാൻ തുടരുന്നുണ്ട്. 2.5 വർഷം കൂടെ ഭഗവാൻ തുടരുന്നുണ്ട്. അപ്പോൾ താൻ എന്തുകൊണ്ട് വീണ്ടും ഇവിടെ ഈ ഭൂമിയിൽ താൻ എന്തുകൊണ്ട് തുടരുന്നു എന്നും ഭഗവാൻ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതിനൊരു പഴയ സംഭവം ഭഗവാൻ പറയുന്നുണ്ട്. അത് എങ്ങനെയാണ് ബോധ്യപ്പെടുത്തുന്നത് വെച്ചാൽ, കേശവചന്ദ്രസേന താൻ എന്തുകൊണ്ട് ഇവിടെ വീണ്ടും തുടരുന്നു, നീ എന്തുകൊണ്ട്, അതായത് കേശവൻ എന്തുകൊണ്ട് ഡിസ്ചാർജ് ആവാൻ പോകുന്നു, ഞാൻ എന്തുകൊണ്ട് വീണ്ടും തുടരുന്നു, ഇത് പറയാനായിട്ട് ഭഗവാൻ ഒരു കഥ പറഞ്ഞു കൊടുക്കും. അതൊരു പഴയ സംഭവമാണ് ഭഗവാൻ പറഞ്ഞത്. ഒരു രാമൻ വൈദ്യൻ്റെ കഥ പറയുന്നുണ്ട്. അതിവിടെ ശ്രീരാമകൃഷ്ണദേവൻ ആ കഥ ഈ 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. കേശവനോടാണ് പറഞ്ഞത്. ഹൃദയൻ പറയുന്ന ഒരു കാര്യമാണ്, ഹൃദയൻ പറയാറുണ്ട് എന്നും പറഞ്ഞാണ് പറയുന്നത്. അതായത് ഈ ഭഗവാന് കലശലായ ഒരു സുഖക്കേട് വന്നു. ആ സുഖക്കേട് വന്നപ്പോൾ സംഭവം ഉണ്ടായത് വയറിളക്കം സംഭവിച്ചു എന്നുള്ളതാണ് ഈ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വയറിളക്കം സംഭവിച്ചു. മാത്രമല്ല തലയ്ക്കകത്തിങ്ങനെ എറുമ്പുകൾ അരിക്കുന്ന പോലെ, കടിക്കുന്ന പോലെ ഒരു തോന്നൽ. അപ്പോൾ ഈശ്വര കഥ ഇങ്ങനെ രാപ്പകൽ നടന്നുകൊണ്ടിരിക്കുക. ഭഗവാൻ ഈ ഡിസ്കോഴ്സ് മുഴുവനും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സംഭവിക്കുന്നത് വയറിളക്കവും മറ്റ് ഉള്ള രീതിയിലുള്ള കുറേ തലയ്ക്ക് പെരുപ്പും ഒക്കെ ഇങ്ങനെ അനുഭവിക്കുന്നുമുണ്ട് ഈ കൂട്ടത്തിൽ. അങ്ങനെ രാമൻ എന്ന് പറയുന്ന വൈദ്യരെ വിളിച്ചുകൊണ്ടുവന്നു ശ്രീരാമകൃഷ്ണദേവനെ കാണിക്കാൻ. അപ്പം അയാൾ വന്ന് നോക്കുമ്പോൾ, വൈദ്യൻ വന്ന് നോക്കുമ്പോൾ കാണുന്നത് എന്താണ്? വൈദ്യൻ വിചാരിച്ച് ഇങ്ങനെ വയറിളക്കം പിടിച്ച് അല്ലെങ്കിൽ തലയ്ക്കകത്ത് ഇങ്ങനെ പെരുപ്പ് കിടക്കുന്ന ഒരു രോഗി അവശനായി കിടക്കുകയായിരിക്കും എന്നുള്ള ധാരണയിലാണ് ഈ വൈദ്യൻ വരുന്നത്. ഹൃദയനാണ് വിളിച്ചുകൊണ്ടുവരുന്നത്, വൈദ്യൻ വരുന്നത്. അപ്പോൾ വൈദ്യൻ വന്ന് നോക്കിയപ്പോൾ കാണുന്ന രംഗം, ഭഗവാൻ മുറിയിൽ മറ്റാളുകളുമായിട്ടിരുന്ന് തത്വവിചാരം ചെയ്യുന്നതാണ്. കണ്ടാൽ ഒരു തരത്തിലും ഒരു വയറിളക്കം പിടിച്ച ഒരാളാണ് ഈ ഇരിക്കുന്നതെന്ന് വൈദ്യന് ബോധ്യപ്പെടുകയേ ഇല്ല. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് തത്വവിചാരം ചെയ്യുന്നതുകൊണ്ട്. അപ്പോഴാണ് വൈദ്യൻ പറഞ്ഞത്, ഇയാൾക്ക് പൈത്യമാണ്, 2 ബാക്കിയുള്ളൂ, അതും വച്ചുകൊണ്ട് യുക്തിവിചാരം ചെയ്യുന്നു. അതായത് ഈ രോഗിയെ സംബന്ധിച്ചിടത്തോളം, രോഗം വന്ന ഒരാൾ ഈ രോഗവും വഹിച്ചുകൊണ്ട് യുക്തിവിചാരം ചെയ്യുകയാണ്. അയാൾക്കേ രോഗം, അയാളെ ചികിത്സിക്കാൻ ഞാൻ വരണം എന്ന് വൈദ്യൻ സ്വയം ധരിക്കുന്നതാണിത്. ഞാൻ വന്നത് ഈ ആളെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ്. അയാളുടെ അവസ്ഥ എന്താ? അയാൾ യുക്തിവിചാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾക്ക് അയാളുടെ അസുഖഭാവത്തെക്കുറിച്ച് ഒരു തരത്തിലും അയാൾക്കത് പരിഹരിക്കാൻ കഴിയില്ല. ശ്രീരാമകൃഷ്ണദേവന് സ്വയം അത് പരിഹരിക്കാൻ കഴിയില്ല. അതിന് ചികിത്സിക്കാൻ വന്ന വൈദ്യൻ വന്ന് നോക്കുമ്പോൾ ഈ രോഗിയായി ഇരിക്കുന്നു എന്ന് പറയുന്ന ആൾ തത്വവിചാരം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇതാണ് ഈ ഒരു മനുഷ്യാവസ്ഥയുടെ ഒരു ഭാവത്തെക്കുറിച്ച് പറഞ്ഞതാണ്. കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോഴും തത്വവിചാരം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേശവചന്ദ്രസേൻ്റെ അടുത്ത് വന്നിരിക്കുന്നതും തത്വവിചാരം. അപ്പോൾ ഞാൻ ഈ തത്വവിചാരം മുഴുവൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ തത്വവിചാരം പൂർണ്ണമായി ഇത്തരം വേദാന്തങ്ങളും ആധ്യാത്മിക വിഷയങ്ങളും നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായി ഇത് കേൾക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ബോധ്യപ്പെടുകയാണ് അയാളുടെ ജീവിതം ഏതാണ്ട് തീരാറായി. അപ്പോൾ ഒരു മൃതപ്രായനായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയോട് തത്വവിചാരം ചെയ്യുന്ന ഒരാൾ എന്നുള്ള ഒരു ഭാവത്തിലായിരിക്കും കേശവചന്ദ്രസേനൻ ശ്രീരാമകൃഷ്ണദേവനെ കേൾക്കുക എന്നുള്ള ഒരു ഭാവം വരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഭഗവാൻ താൻ എന്തുകൊണ്ടാണ് വീണ്ടും തുടരുന്നത്. കാര്യം ഈ തത്വവിചാരം പറഞ്ഞ് താൻ വീണ്ടും തുടരുകയാണ് എന്ന് പറഞ്ഞതിനെയാണ് ആ വൈദ്യൻ വന്നു ഇത് തന്നെയാണ് പറഞ്ഞത് എന്ന് സൂചിപ്പിക്കുകയാണ്. ഒരു തമാശയായിട്ട് സൂചിപ്പിച്ചതാണ് ആ ഒരു വിഷയം. എന്നിട്ട് കേശവനോട് ഭഗവാൻ പറഞ്ഞത്, സർവവും അവിടുത്തെ ഇച്ഛ. അതായത് നമ്മൾ ഈ പ്രവർത്തിക്കുന്നതൊന്നും തന്നെ നമ്മുടേതായ ഒരു താല്പര്യം വെച്ചിട്ടല്ല, മറിച്ച് ഭഗവത് ഇച്ഛ കൊണ്ട് മാത്രമാണ് ഈ തരം പ്രവർത്തനങ്ങൾ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
നീ നിന്റെ വേലകൾ ചെയ്യുന്നു, മാനവർ മേനി നടിക്കുന്നു മാനിയാതെ. നീ നിന്റെ വേലകൾ ചെയ്യുന്നു. ഇവിടെ നീ എന്ന് പറയുന്നത് ഈശ്വരൻ ഈശ്വരൻ്റെതായ ജോലികൾ ചെയ്യും. അതേസമയം മനുഷ്യൻ മേനി നടിക്കുന്നത് എങ്ങനെയാണ്? ഇതൊന്നും മനസ്സിലാക്കാതെ മനുഷ്യൻ ഇങ്ങനെ മേനി നടിച്ചുകൊണ്ടിരിക്കും. ഈശ്വരൻ തക്ക സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തു പോകും. ഇതൊന്നും അറിയാതെ നമ്മൾ സ്വയം മേനി നടിച്ചുകൊണ്ട് ഇരിക്കുന്നു എന്ന് കേശവനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ചർച്ച കഴിഞ്ഞപ്പോൾ 6-ാം അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത ഇത് 5-ാം അധ്യായത്തിലാണ് ഇത് വരുന്നത്. 6-ാം അധ്യായത്തിൽ ഒരു കാര്യം ഭഗവാൻ സൂചിപ്പിക്കുന്നതും കൂടെ ഇതിനോട് ചേർത്ത് നമുക്കൊന്ന് നോക്കാം. 6-ാം അധ്യായത്തിൽ പറയുന്നത് സുഖക്കേട് ഭേദമാകട്ടെ എന്നിങ്ങനെയുള്ള സംഗതികളൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. അത് ഭഗവാൻ, അതായത് ഈ കേശവചന്ദ്രസേനൻ്റെ അമ്മ ഇതിനിടയിൽ ഭഗവാനെ കാണാൻ വരികയും കേശവചന്ദ്രസേനൻ്റെ അസുഖം മാറാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ പ്രാർത്ഥിക്കണം എന്ന് ഭഗവാനോട് യാചിക്കുന്നുണ്ട് കേശവചന്ദ്രസേനൻ്റെ അമ്മ. ഇതേ ഭഗവാൻ തന്നെ ഇവിടെ പറയുന്നുണ്ട്, ഞാൻ കേശവൻ്റെ അസുഖം മാറാൻ വേണ്ടി ദേവിക്ക് പഞ്ചസാരയും കരിക്കും മുൻപ് നേദിച്ചു എന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. എന്നിട്ട് അതേ ഭഗവാൻ തന്നെ പറയുന്നതാണ് സുഖക്കേട് ഭേദമാകട്ടെ എന്നിങ്ങനെയുള്ള സംഗതികളൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. കാരണം ഈ ശരീരത്തിൻ്റെ അസുഖം എന്നാൽ എന്താണ് എന്ന് പറഞ്ഞു തുടങ്ങിയത് അതുകൊണ്ടാണ്. നമ്മൾ ഈ പറഞ്ഞു തുടങ്ങിയ ഭാഗം, ഇതിനു മുമ്പ് നമ്മൾ ഇന്നത്തെ ഈ ചർച്ച ചെയ്ത ഭാഗം തുടങ്ങുന്നത് തന്നെ ശരീരത്തിൻ്റെ അസുഖം എന്നാൽ എന്താണ് എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്ന ഭാഗമാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് ഈ സുഖക്കേട്. അപ്പം സുഖക്കേട് എന്താണെന്ന്, അസുഖം എന്താണെന്ന് ഭഗവാൻ ആദ്യമേ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് ഈ സുഖക്കേട് ഭേദമാകട്ടെ എന്ന് പറയാൻ, അങ്ങനെയുള്ള സംഗതികളൊന്നും പറയാൻ എനിക്ക് പറ്റില്ല, ഞാൻ പറയില്ല. അതൊന്നും ഞാൻ അമ്മയോട് ചോദിക്കാറുമില്ല. ദേവിയോട്, കാളി മാതാവിനോട് ഈ വക കാര്യങ്ങളൊന്നും ഞാൻ ചോദിക്കില്ല. ഒന്ന് മാത്രം ഞാൻ ചോദിക്കും, എനിക്ക് ഭക്തി മാത്രം തരൂ. ഞാൻ ആഗ്രഹിക്കുന്നത് ഭക്തി മാത്രമാണ്. അതൊഴികെയുള്ള ബാക്കി ഒന്നും എനിക്ക് ആവശ്യമില്ല. ഈ സുഖക്കേടോ ശരീരത്തിൻ്റെ സുഖാസുഖങ്ങളോ ഒന്നും എനിക്ക് ആവശ്യമില്ല. മറിച്ച് എനിക്ക് ഭക്തി മാത്രം തരൂ എന്ന് മാത്രമേ ഞാൻ ദേവിയോട് പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നു. ഇതേ ഭഗവാൻ തന്നെ നേരത്തെ കേശവൻ്റെ അസുഖം മാറാൻ ദേവിക്ക് കരിക്കും പഞ്ചസാരയും നേർന്നതുമാണ്. അതാണ് ഭഗവാൻ നമ്മൾ ഈ കോൺട്രഡിക്ഷൻസ് ആണ് എപ്പോഴും. അപ്പോൾ ഭഗവാൻ അത് ഒരു ലൗകിക ജീവിതത്തിൽ ഒരാൾ ചെയ്യേണ്ടത് എന്താണ് എന്നുള്ളത് അവിടെ ഭഗവാൻ ചെയ്തു. പക്ഷെ അതേ സംബന്ധിച്ച് അതിൻ്റെ ഒരു ആധ്യാത്മിക ഭാവത്തെക്കുറിച്ച് ഭഗവാൻ ചർച്ച ചെയ്ത് ആ ആളുടെ ജീവിതം തീരാറാകുന്ന സന്ദർഭത്തിൽ അതേക്കുറിച്ച് പൂർണ്ണ ബോധത്തോടു കൂടി ആ ആളെ മനസ്സിലാക്കിക്കുക കൂടെ ചെയ്യുന്നത് ഇതേ ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ ഇത്തരം കാര്യങ്ങളൊന്നും കാളി മാതാവിനോട് ചോദിക്കില്ല. ഇപ്പം രണ്ട് കോൺട്രഡിക്ഷനായിട്ട് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്ത്. പക്ഷെ ഭഗവാൻ ഇതിന് എല്ലാ വശങ്ങളും ഒരുപോലെയാണ് ഭഗവാൻ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ഭക്തി മാത്രം തരൂ എന്ന് പറയും. ഈ ഭാഗം, ഈ പറഞ്ഞിരിക്കുന്ന ഈ ഭാഗത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ഭാഗം എന്ന് പറയുന്നത്, ഇത് കൂടുതലും ഈ ഭാഗത്തെക്കുറിച്ച് നമുക്ക് ബോധ്യം വരണമെങ്കിൽ നമ്മൾ ഈ ഭാഗം വായിക്കുന്നതിന് മുൻപ് ഭഗവത്ഗീതയിലെ നമ്മൾ 8-ാം അധ്യായം വായിച്ചിരിക്കും. ഭഗവത്ഗീത 8-ാം അധ്യായം അടുത്ത് വച്ച് വായിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ഭാഗം, ഭഗവാൻ കേശവചന്ദ്രസേനന് നൽകുന്ന ഉപദേശത്തിൻ്റെ ഭാഗം ഭഗവത്ഗീതയുടെ 8-ാം അധ്യായവും കൂടെ ചേർത്ത്, അതായത് ക്ഷരാക്ഷര ബ്രഹ്മയോഗം എന്ന് പറയുന്ന 8-ാം അധ്യായം കൂടെ ചേർത്ത് വച്ച് നമ്മൾ ഈ ഭാഗം ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം ആ 8-ാം അധ്യായത്തിൽ, ഭഗവത്ഗീത 8-ാം അധ്യായത്തിൽ ക്ഷരാക്ഷര ബ്രഹ്മയോഗത്തിൻ്റെ തുടക്കത്തിൽ ജീവൻ ദേഹം തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഭഗവാൻ അർജുനനോട്
ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നതാണ്. ജീവനും ദേഹവും തമ്മിലുള്ള ബന്ധം. ഇവിടെ ശ്രീരാമകൃഷ്ണദേവൻ അതാണ് ഈ അധ്യായത്തിൽ കേശവചന്ദ്രസേനോടുമായിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് സുഖക്കേട് പിടിച്ചത് എന്ന് പറഞ്ഞു വരുന്ന ഈ കേശവചന്ദ്രസേനന് നൽകുന്ന ഉപദേശങ്ങൾ, നമ്മൾ ആ ഉപദേശം ഇവിടെ വായിച്ചിട്ടില്ല, അത് നമ്മൾ വചനാമൃതത്തിൽ വായിക്കുക. അപ്പോൾ ആ ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ എന്താണോ കേശവചന്ദ്രസേനോട് പറയുന്നത് അത് തന്നെയാണ് ക്ഷരാക്ഷര ബ്രഹ്മയോഗത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്, ജീവനും ദേഹവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്. അപ്പോൾ അതിന് കാരണം അർജുനൻ ചില സംശയങ്ങൾ ഭഗവാനോട് ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ, ഈ 7-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ അർജുനൻ ശ്രീകൃഷ്ണനോട് ചില സംശയങ്ങൾ ചോദിച്ചു. അത് 8 സംശയങ്ങളാണ് ആ ഒറ്റ ശ്ലോകത്തിൽ 8 സംശയങ്ങളാണ് അർജുനൻ ശ്രീകൃഷ്ണനോട് ചോദിച്ചത്. അതിതാണ്: 1, ബ്രഹ്മം എന്താണ്? 2, അധ്യാത്മം എന്താണ്? അതാണ് ഇവിടെ ഈ 2ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മുതലാണ് ശ്രീരാമകൃഷ്ണദേവൻ ഇവിടെ പറയുന്നത് അധ്യാത്മഭാവത്തെക്കുറിച്ച്. അധ്യാത്മം എന്താണ്? 3, കർമ്മം എന്താണ്? 4, അധിഭൂതം എന്താണ്? 5, അധിദൈവം എന്താണ്? 6, അധിയജ്ഞൻ ആരാണ്? 7, എങ്ങനെയാണ് ഈ ദേഹത്തിൽ അധിയജ്ഞൻ ഇരിക്കുന്നത്? 8, മരണകാലത്ത് അങ്ങയെ എങ്ങനെ അറിയാം? 8ാമത്തെയാണ് അതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്, അല്ലെങ്കിൽ ആ സംശയം വരുന്നത്. മരണകാലത്ത് അങ്ങയെ എങ്ങനെ അറിയാൻ സാധിക്കുന്നു? അതാണ് ഈ 8ാമത്തേതാണ് ഭഗവാൻ കേശവചന്ദ്രസേനുമായിട്ട് ഇവിടെ ചർച്ച ചെയ്യുന്ന ഈ അധ്യായം. ഈ 4, 5, 6 അധ്യായങ്ങൾ എന്ന് പറയുന്നത് ഈ മരണകാലത്ത് അങ്ങയെ എങ്ങനെ അറിയാം എന്നുള്ളതിൻ്റെ ഡിസ്ക്രിപ്ഷൻസാണ് ശ്രീരാമകൃഷ്ണദേവൻ ഈ 8ാം അധ്യായത്തിൽ പറയുന്നത്. അപ്പോൾ ബ്രഹ്മത്തെക്കുറിച്ചുള്ള ബോധം, ഇത് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നതാണ്. ബ്രഹ്മത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാകലാണ് അധ്യാത്മം. അപ്പോൾ പ്രവൃത്തികളുടെ മുഴുവൻ ഫലം നമ്മെ അനുഭവിപ്പിക്കുന്നതിന് നമ്മിൽ സ്ഥിതി ചെയ്യുന്ന ഈശ്വരീയ ഭാവമാണ് അധിയജ്ഞൻ. അതായത് നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ, നേരത്തെ നമ്മൾ ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ, അതായത് ശരീരത്തിനകത്തുകൂടെ നിരവധി തവണ അനേകം അധ്യാത്മഭാവങ്ങൾ കടന്നു പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നു കൂടിയത് എന്ന് ശ്രീരാമകൃഷ്ണദേവൻ കേശവനോട് പറയുന്നതാണ് തുടക്കത്തിൽ. ശരീരത്തിനകത്തൂടെ അനേകം അധ്യാത്മഭാവങ്ങൾ, അത് നമ്മൾ നേരത്തെ അതിൻ്റെ ആ അധ്യാത്മഭാവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടു. അപ്പോൾ ഇത് ശരീരത്തിനകത്തൂടെ കടന്നു പോകുന്നു എങ്കിലും അത് നമ്മെ ബോധ്യപ്പെടുത്തണം. അത് മുഴുവൻ നമ്മെ നമുക്കതെല്ലാം അനുഭവിക്കണം. ഈ അധ്യാത്മഭാവങ്ങളെല്ലാം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ജീവാത്മാവ് അനുഭവിക്കുന്നതായിട്ട് തോന്നുന്നതിന് കാരണം ഈ അധിയജ്ഞൻ്റെ പ്രവർത്തനമാണ്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ അധിയജ്ഞൻ്റെ പ്രവർത്തനമാണ് എന്നാണ് ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് നമുക്കിതെല്ലാം തോന്നലുണ്ടാക്കുന്നതിന്, നമ്മുടെ എല്ലാ തോന്നലുകൾക്കും അടിസ്ഥാനപരമായ കാരണം, തോന്നൽ നമ്മുടെ ശരീരത്തിലല്ല ഉണ്ടാകുന്നത്, ശരീരത്തിനല്ല ഈ തോന്നൽ ഉണ്ടാകുന്നത്, നമ്മുടെ ബുദ്ധിക്കല്ല ഈ തോന്നൽ ഉണ്ടാകുന്നത്, നമ്മുടെ പ്രജ്ഞയ്ക്കല്ല ഈ തോന്നൽ ഉണ്ടാകുന്നത്. ഈ തോന്നൽ ഉണ്ടാകുന്നത് മുഴുവൻ, നമ്മെ അനുഭവിപ്പിക്കുന്നത് മുഴുവൻ ഈ അധിയജ്ഞൻ. അതാണ് ഇത് കുറെ കൂടെ ഭംഗിയായിട്ട് ഈ കാര്യങ്ങൾ ഭംഗിയായിട്ട് നമുക്കിത് വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പുസ്തകം മൃഡാനന്ദസ്വാമി എഴുതിയ ഗീതാമൃത ബോധിനി. അത് നമുക്ക് കഴിയുമെങ്കിൽ ആ പുസ്തകം വായിച്ചു നോക്കാം. പ്രത്യേകിച്ച് അതിനകത്ത് ഈ 8ാം അധ്യായത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് വായിച്ചു നോക്കിയാൽ നമുക്ക് ഈ കേശവചന്ദ്രസേനുമായിട്ടുള്ള ചർച്ചയുടെ ഒരു പ്രധാന ഭാഗം നമുക്കിവിടെ വായിക്കാൻ പറ്റും. അതായത് മൃഡാനന്ദ സ്വാമിയുടെ ഗീതാമൃത ബോധിനി എന്ന പുസ്തകം വായിച്ചാൽ മതി. അപ്പോൾ ഈ ഭാഗത്ത്, ഈ അധ്യായത്തിൽ, നമ്മൾ ഈ വചനാമൃതത്തിൻ്റെ ഈ അധ്യായത്തിലുള്ളത് നമുക്ക് ബോധ്യപ്പെടും. ഇതിനെക്കുറിച്ച് കുറെ കൂടെ പൂർണ്ണമായ രൂപത്തിൽ നമുക്ക് മനസ്സിലാവും. അതേപോലെ ഈ ഗീത 8ാം അധ്യായത്തിൻ്റെ ഇത് വായിച്ച് കഴിയുമ്പോൾ, നമ്മൾ ആ ഗീതാമൃത ബോധിനി വായിച്ച് കഴിയുമ്പോൾ
നമുക്കിത് പൂർണ്ണമായും ഇതിൻ്റെ മനസ്സിലാകുന്നതിനോടൊപ്പം ഗീതാമൃത ബോധിനി മാത്രമായിട്ടല്ല, മറിച്ച് മറ്റൊരു പുസ്തകം കൂടെ നമുക്ക് ഇവിടെ സജസ്റ്റ് ചെയ്തു തരാം. അതായത് രംഗനാഥാൻ സ്വാമിയുടെ ഭഗവത്ഗീതയുടെ വിശ്വജനനീയ സന്ദേശം എന്ന് പറഞ്ഞാൽ ഭഗവത്ഗീതയുടെ 3 വോള്യംസ് ആയിട്ട് അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിലത്തെ 2ാം വോള്യം ഭഗവത്ഗീതയുടെ വിശ്വജനനീ സന്ദേശം എന്ന ഗ്രന്ഥം. അതിലും ഈ 8ാം അധ്യായത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് മരണസമയത്ത് ഇവിടെ ഈ പറഞ്ഞ പോലെ ഈ ബോധമുണ്ടാകുന്നത് എങ്ങനെ? ഇവിടെ ശ്രീരാമകൃഷ്ണദേവൻ നേരിട്ട് വന്ന് കേശവചന്ദ്രസേനന് ഈ ബോധം കൊടുക്കുന്നു. ഇതല്ലാതെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ഈ ജീവിതകാലത്ത് ഉണ്ടായ ആധ്യാത്മബോധത്തിൻ്റെ ഫലമായി നമുക്കും ഇത് ആർജിക്കാൻ പറ്റും എന്ന് രംഗനാഥാൻ സ്വാമി ഇതിനെക്കുറിച്ച് വിവരിക്കുന്നു. അതിന് അദ്ദേഹം പറഞ്ഞ ഒരു കഥ 4 1 മിനിറ്റ് കൊണ്ട് ഞാൻ തീർക്കാം. അദ്ദേഹം പറഞ്ഞ ഒരു കഥ എന്തെന്ന് വെച്ചാൽ, ഒരിക്കൽ കൽക്കട്ട, ഇത് അദ്ദേഹത്തിന് രംഗനാഥൻ സ്വാമിക്ക് നേരിട്ട് കണ്ട കാഴ്ചയാണ് രംഗനാഥൻ സ്വാമി അതിനകത്ത് വിവരിച്ചത്. അതായത് കൽക്കട്ടയിലെ ഒരു ആശുപത്രിയിൽ ഒരാൾ മൃതപ്രായനായിട്ട് കിടക്കുന്നു. പെട്ടെന്ന് അയാൾക്ക് ഇനി അയാൾക്ക് ഒന്നും ചെയ്യാനില്ല, അയാളുടെ മരണം അടുത്തു, ഡോക്ടർമാരെല്ലാം കൈയൊഴിഞ്ഞു, അയാൾക്ക് ഇനി അനങ്ങാൻ വയ്യാതെ മൃതപ്രായനായിട്ട് അയാൾ കിടക്കുകയാണ്. പെട്ടെന്ന് ഒരു രാത്രി ഈ മൃതപ്രായനായിട്ട് കിടന്ന ആൾ ചാടി എഴുന്നേറ്റപ്പോൾ അയാളെ പരിചരിക്കാനായിട്ട് അവിടെ നിന്ന നഴ്സ് അന്തം വിട്ടുപോയി. കാരണം ഇയാൾ ഒരിക്കലും എഴുന്നേൽക്കുന്നതല്ല. പെട്ടെന്നാണ് ചാടി എഴുന്നേറ്റ് ഇയാൾ ചാടി എഴുന്നേറ്റപ്പോൾ നഴ്സ് അന്തം വിട്ടുപോയി. എന്നിട്ട് പറഞ്ഞു, ഈ നഴ്സിനെ നോക്കി പറയാണ്, അല്ലെങ്കിൽ ചുറ്റിലും നോക്കിയിട്ട് പറയാണ്, ആരെങ്കിലും ഇവിടെ ഉണർന്നിരിക്കുന്നുണ്ടോ? ഈ ആശുപത്രിയുടെ ഇവിടെ എവിടെയെങ്കിലും വേറെ ആരെങ്കിലും ഉണർന്നിരിക്കുന്നുണ്ടോ എന്ന് ഇയാളിങ്ങനെ ഉറച്ച് ചോദിക്കുകയാണ്. നോക്ക്, മൃതപ്രായനായി കിടന്ന ഒരാളാണ്, ശബ്ദമുണ്ടാക്കാൻ പറ്റാതെ കിടന്ന ആളാണ്, ശ്വാസം വിടാൻ ശേഷിയില്ലാതെ കിടന്ന ആളാണ്. ഇയാൾ എഴുന്നേറ്റിട്ട് പറയുകയാണ്, ഈ ആശുപത്രിയിൽ ആരെങ്കിലും ഉണർന്നിരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് നോക്കൂ, ദാ അമ്മ വന്നിരിക്കുന്നു, കാളിമാതാവ് വന്നിരിക്കുന്നു, കാളിമാതാവ് ഇതാ വന്നിരിക്കുന്നു. അയാൾ കാണുകയാണ് ഈ ദേവിയെ. ഇത് രംഗനാഥൻ സ്വാമി നേരിട്ട് അനുഭവം ഉണ്ടായി പറഞ്ഞതാണ്. ഇവിടെ തിരുവല്ല ആശ്രമത്തിൽ അഗേഹാനന്ദ സ്വാമി ഉണ്ടായിരുന്നപ്പോൾ അഗേഹാനന്ദ സ്വാമിയും അന്ന് പ്രസിഡൻ്റായിട്ടിരുന്നത് നമ്മുടെ സമഗ്രാനന്ദ സ്വാമിയാണ്. സമഗ്രാനന്ദ സ്വാമി പ്രസിഡൻ്റ് ആയിരിക്കുമ്പോഴാണ് അഗേഹാനന്ദ സ്വാമി അവിടെ വിശ്രമ ജീവിതം നയിക്കുന്നത്. അഗേഹാനന്ദ സ്വാമി ഒരു പരമഭക്തൻ, അതായത് ഈശ്വരീയ നാമം മാത്രം ഉരുവിട്ട് ജീവിതം കഴിക്കുന്ന ഒരാളാണ്. അവസാന കാലമായപ്പോഴേക്കും അഗേഹാനന്ദ സ്വാമി ഈ സുഖമില്ലാതെ മുറിയിൽ കിടന്ന അഗേഹാനന്ദ സ്വാമി എഴുന്നേറ്റ് സമഗ്രാനന്ദ സ്വാമിയെ വന്ന് വിളിച്ചു. ഇത് സമഗ്രാനന്ദ സ്വാമി വിവരിച്ചതാണ് ഈ കാര്യം. സമഗ്രാനന്ദ സ്വാമിയെ വന്ന് വിളിച്ചു. സമഗ്രാനന്ദ സ്വാമി അന്തം വിട്ടുപോയി. അഗേഹാനന്ദ സ്വാമി എഴുന്നേറ്റ് വന്നിരിക്കുന്നു, എഴുന്നേക്കാൻ പറ്റാത്ത ആളാണ്, എഴുന്നേറ്റ് വന്നിരിക്കുന്നു. സമഗ്രാനന്ദ സ്വാമിയെ വിളിക്കുന്നു. സമഗ്രാനന്ദ സ്വാമിയെ വിളിച്ചിട്ട് അഗേഹാനന്ദ സ്വാമിയുടെ മുറിയിലേക്ക് സമഗ്രാനന്ദ സ്വാമിയെ വിളിച്ചുകൊണ്ട് പോകുന്നു. പോയിട്ട് പറഞ്ഞു, ദേ ഭഗവാൻ ഗുരുമഹാരാജ് വന്ന് ദേ ഇരിക്കുന്നു, ദേ കസേരയിൽ ഗുരുമഹാരാജ് ഇരിക്കുന്നു, നാമം ജപിക്കൂ, കൈയടിക്കൂ എന്ന് പറഞ്ഞു. എന്നിട്ട് 2 പേരും കൈയടിച്ചുകൊണ്ടിരുന്നു. ഗുരുമഹാരാജിനെ ഫ്രണ്ടിൽ ഇരുത്തി അഗേഹാനന്ദ സ്വാമി കാണുന്നുണ്ട്, സമഗ്രാനന്ദ സ്വാമി കാണുന്നില്ല, അനുഭവിക്കുന്നുണ്ട്. 2 പേരും കൂടെ കൈയടിക്കുകയാണ്. അങ്ങനെ ഉറച്ച് കൈയടിച്ച് അഗേഹാനന്ദ സ്വാമി ജീവൻ വെടിയുകയാണ്. ഇതാണ് ഇവിടെ നമ്മൾ ഈ ഭാഗത്ത് ഭഗവാൻ പറഞ്ഞത്, ഈ പറഞ്ഞ ഭാഗം, അതായത് എങ്ങനെയാണ് ഈ ഈശ്വരീയ സാക്ഷാത്കാരം, ഈ ആധ്യാത്മഭാവത്തിനെ തുടർന്ന് നമുക്കെങ്ങനെയാണ് ഈ ഈശ്വരീയ ഭാവം ഉണ്ടാകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനാണ് ഈ അധ്യായത്തിൽ കേശവചന്ദ്രസേനന് ഭഗവാൻ ഉപദേശിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. അതാണ് ഈ അധ്യായത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. ഇത് തന്നെയാണ്. ഇത് മനസ്സിരുത്തി നമ്മൾ ഈ ഒരു അധ്യായം, ഈ ഒരു ഭാഗം കേശവചന്ദ്രസേനുമായിട്ടുള്ള അവസാന കൂടിക്കാഴ്ച എന്നുള്ളത് വായിക്കുകയും ഈ 2 പുസ്തകങ്ങളും നമുക്ക് പറ്റുമെങ്കിൽ റെഫർ ചെയ്യുകയും കൂടെ ചെയ്താൽ, ഈ ഒപ്പം ഗീതയുടെ 8ാം അധ്യായം കൂടെ റെഫർ ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ജീവിതത്തിൻ്റെ അന്ത്യനിമിഷത്തിലേക്ക് നമ്മളെല്ലാവരും അടുക്കും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അത് നമ്മളും അടുക്കും. പക്ഷേ നമ്മൾ സ്വബോധത്തോടെ ഈശ്വരനെ സാക്ഷാത്കരിച്ചുകൊണ്ട് നമുക്ക് അതിലേക്ക് സമീപിക്കാൻ കഴിയാൻ തക്ക ഒരു ഉപദേശമാണ് ഈ ഭാഗത്ത് തരുന്നത്. അതിൻ്റെ എല്ലാ വഴികളും ഇതിനകത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മളത് അനുസരിച്ചാൽ മാത്രം മതി.
നമുക്കും ഇത് അനുഭവേദ്യമാകും. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. നമസ്തേ 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 നമസ്തേ. നാമം ജപിക്കാം, നാമം ജപിക്കാം. ശ്രീ ശാരദാദേവി നമഃ. ശ്രീ ശാരദാദേവി നമഃ. നമസ്കാരം.